കാർഷിക രംഗത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളെല്ലാവരും കൂടി ഇവിടെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാനാവുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളുടെ പല പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരം ആരായുന്നതിനുള്ള ഒരു വേദിയാണിത്. അപ്പോൾ അത് നിങ്ങൾ പരമാവധി ഫലപ്രദമാക്കണം. കാർഷിക മുഖാമുഖം പരിപാടിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മൃഗസംരക്ഷണ മേഖലയെ അധികരിച്ചുള്ളതാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം മാംസാഹാര പ്രിയരാണ്. പ്രത്യേകിച്ചും നല്ല മാംസം, മുട്ട, അതിലുപരി പാല്, ഇതൊക്കെ നമ്മളുടെ ഏറ്റവും ഇഷ്ടവിഭവങ്ങളാണ്. അപ്പം ഇത്തരം ഉൽപ്പന്നങ്ങൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് നൽകണമെങ്കിൽ തീർച്ചയായും നമ്മൾ മൃഗസംരക്ഷണ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ശുദ്ധമായ മാംസവും മുട്ടയുമൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം ആദ്യം നമ്മൾക്ക് ഉൽപാദനക്ഷമതയും ആദായവും എന്ന വിഷയത്തെ അധികരിച്ച് നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിലെ പ്രശ്നങ്ങളും അനുഭവങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. എൻ്റെ പേര് കുട്ടപ്പക്കുറുപ്പ്, കാപ്പിൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ മെമ്പറാണ്. തീറ്റയുടെ ഗുണനിലവാരം മനസ്സിലാക്കാൻ ഇന്ന് ഗവൺമെൻറ് ഭാഗത്തുള്ള സംവിധാനം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ. തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള സർക്കാരിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചാണ് ചോദ്യം. ഉത്തരം മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ശശി സാർ നൽകും. എല്ലാ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു പ്രധാന ഇഷ്യൂ ആണ് ഈ ക്വാളിറ്റി. ഈ ഫീഡിൻ്റെ നമ്മൾ കേരളത്തിൽ സപ്ലൈ ചെയ്യുന്ന ഫീഡുകൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ഫീഡ്സ്, മിൽമ, ഇവർക്ക് സ്വന്തമായി തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ കാര്യം ഒരു വളരെ സീരിയസ് ആയത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിസ്റ്ററുടെ ചേംബറിൽ നടന്നൊരു മീറ്റിങ്ങിൽ കേരളത്തിൽ എല്ലാ ക്വാളിറ്റിയോടും കൂടിയ ഒരു ലാബ് സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ഭാവിയിൽ തന്നെ കേരളത്തിലെ എല്ലാ രംഗത്തു നിന്നുള്ള ഫീഡ്, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഫീഡാണെങ്കിലും പ്രൈവറ്റ് ഏജൻസിയുടെ ഫീഡാണെങ്കിലും ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഉൽപാദന ചെലവ് കുറച്ച് കർഷകർക്ക് പാൽ ഉൽപാദനം കൂട്ടാൻ എന്ത് ചെയ്യണം? മൃഗസംരക്ഷണ കന്നുകാലി വളർത്തലിലേക്ക് കൊണ്ടുപോയി ഇന്ന് എല്ലാവരും പുറമ്പോട്ട് പോകുക. അവരെ മുൻപോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് കാര്യമായ ഒരു ഗൈഡൻസ് കൊടുക്കാനുള്ള എന്താണ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കൊള്ളാം. കന്നുകാലികളുടെ ഉൽപാദനക്ഷമത കൂട്ടുക, ഉൽപാദന ചെലവ് കുറയ്ക്കുക, ലാഭകരമാക്കുക, ഈ മൂന്നിനുമുള്ള ഉത്തരങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ കർഷകർ ശ്രദ്ധിച്ചാൽ അവർക്കത് ലാഭകരമാക്കാം എന്നാണ്. ഇതൊരു വളരെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് വരേണ്ട ഉത്തരങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഡയറിയുടെ പ്രതിനിധിയുണ്ട്, ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹത്തിന് തുടങ്ങി വയ്ക്കാം. എല്ലാ ക്ഷീരകർഷകരും പൊതുവെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണത്. ഇതിൻ്റെ ഒരു മറുപടി ഒരുപക്ഷെ ഭൂരിഭാഗം കർഷകർക്കും ഇത് പ്രയോജനപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളിപ്പോൾ ക്ഷീരമേഖലയെ തീറ്റ ചെലവ്, അദ്ദേഹം ചോദിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട തീറ്റയുടെ കല്ലുകളെ വളർത്തി പോറ്റുന്നതിനുള്ള ചെലവുകൾ കൂടുതലാണ്. ശരിയാണ്. കാരണം നമ്മൾ പണ്ടുണ്ടായിരുന്ന തരം പശുക്കളല്ല ഇന്നുള്ളത്. ഉൽപ്പാദനക്ഷമത കൂടിയ പശുക്കളാണ്. പണ്ടുണ്ടായിരുന്ന പശുക്കൾക്ക് നമ്മൾ നാട്ടിൽ ലഭ്യമായിരുന്ന പുല്ല് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അതിൻ്റെ ജീവിത കാര്യങ്ങൾ നടന്നു പോകുമായിരുന്നു. ഇന്നത് പോരാ. ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ ഉൽപ്പാദന ശേഷിയുള്ള പശുക്കളാണ്. അപ്പോൾ അതിനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ പരിപാലിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയും. ഇപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയാണ് സാധാരണ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കർഷകർ ആശ്രയിക്കുന്നത് കാലിത്തീറ്റയാണ് കൂടുതൽ. അപ്പോൾ കാലിത്തീറ്റ എന്ന് പറയുന്നത് ഒരു ചിലവ് കൂടിയ മാർഗം ആണ്. കാരണം പണ്ടുള്ള പോലെയല്ല. ഇപ്പോൾ അത് നമുക്കിവിടെ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഒന്നും തന്നെ ലഭ്യമല്ല. എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാം കാർഷിക ഉപോൽപ്പന്നങ്ങളും മറ്റ് ബൈ പ്രൊഡക്ട്സൊക്കെ ആയതുകൊണ്ട് ഇതവിടെ നിന്ന് കൊണ്ടുവരുന്നതും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചിലവെല്ലാം കണക്കൂട്ടുമ്പോൾ കാലാകാലം കാലിത്തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനൊരു പരിഹാരം ഇപ്പോൾ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നത് തീറ്റപ്പുൽ കൃഷിയാണ്. നിങ്ങൾക്ക് ഈ നമ്മുടെ വേദിയുടെ പുറകിലോട്ട് നോക്കിയാൽ അറിയാം, നന്നായിട്ട് വളർന്നിരിക്കുന്ന തീറ്റപ്പുല്ലാണ്. അപ്പം ഇത് ഈ ലഭ്യമായ സ്ഥലത്ത് പരമാവധി കർഷകർ നമുക്ക് ലഭ്യമായ സ്ഥലത്ത്, ഇപ്പം ഏക്കർ കണക്കിന് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ലഭ്യമായ സ്ഥലത്ത്
10 മൂടെങ്കിൽ 10 മൂട് പുല്ല് കൃഷി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. തീറ്റപ്പുല്ല് ഇത് കഴിഞ്ഞാൽ ഇതൊരു അസറ്റ് തന്നെയാണ്. നമുക്ക് നന്നായിട്ട് നിൽക്കുന്ന ഒരു മൂട് പുല്ലുണ്ടെങ്കിൽ ഒരു പശുവിന് എടുക്കാനുള്ള കിട്ടും, നന്നായിട്ട് വളർന്നു നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ പുല്ലിൻ്റെ കൃഷി പരമാവധി പ്രോത്സാഹിപ്പിക്കുക ഒരു കാര്യം. തീറ്റപ്പുൽ കൃഷിയുടെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. ക്ഷീരോത്സവ വകുപ്പ് വഴി ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ ധനസഹായത്തോടുകൂടി തന്നെ പദ്ധതികളുണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷീരോത്സവ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ലഭിക്കും, സബ്സിഡിയോടുകൂടിയുണ്ട്. അതുമാത്രമല്ല, തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നവർക്കുള്ള അനുബന്ധമായ മറ്റു സഹായ സഹകരണങ്ങൾ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളും നമുക്കിപ്പോൾ ഉണ്ട്. അതും ധനസഹായത്തോടെ ചെയ്യാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ, ഇറിഗേഷനുള്ള സൗകര്യങ്ങളുണ്ട്, പിന്നെ മെക്കനൈസേഷനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യത്തിൽ കാലിത്തീറ്റയുടെ വില വർധനവ് ഒരു പ്രധാന വിഷയമാണ്. അതുകൊണ്ട് ക്ഷീരോത്സവ വകുപ്പിൽ നിന്ന് തന്നെ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോഴുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഉള്ളതിനാണ്. ഈ വർഷവും നമ്മൾ അതിനുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഓരോ കർഷകനും നമ്മുടെ ക്ഷീരസംഘത്തിൽ ഇളക്കുന്ന ഓരോ ലിറ്റർ പാലിനും 1 രൂപ പ്രകാരം ക്ഷീര വികസന വകുപ്പിൽ നിന്നും സബ്സിഡി നൽകുന്നുണ്ട്. കൂടാതെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരവും പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ഇതിന് സബ്സിഡി നൽകാനുള്ള, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ പദ്ധതികൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഒന്നു ചേർന്നാലേ നമുക്ക് ലാഭകരമാക്കാൻ കഴിയുള്ളൂ. നല്ല ഇനം കന്നുകാലികളെ ലഭ്യമാക്കുന്നതിൽ തീർച്ചയായിട്ടും കന്നുകാലി വികസന ബോർഡിൻ്റെ KLD ബോർഡിൻ്റെ പ്രാധാന്യവും പങ്കും വളരെയധികമാണ്. തീർച്ചയായിട്ടും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസ് ജെയിംസ് അതിന് മറുപടി നൽകുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കേരളം 2ാമത്തെ സ്ഥാനത്താണ് ഉൽപാദന ക്ഷമതയുടെ കാര്യത്തിൽ. ആവറേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 9.1 ലിറ്ററാണ് ഒരു കറവ പശുവിൻ്റെ സംസ്ഥാനത്തെ പാല്. നമുക്ക് മുൻപിൽ നിൽക്കുന്ന പഞ്ചാബാണ്, 11 ലിറ്ററുണ്ട്. പഞ്ചാബും കേരളവും തമ്മിലുള്ള വ്യത്യാസവും നമുക്കറിയാം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു തീറ്റപ്പുൽ കൃഷിയുടെ കാര്യം പറഞ്ഞു. പക്ഷേ പഞ്ചാബിൽ തീറ്റപ്പുൽ കൃഷിയേക്കാൾ കൂടുതൽ മറ്റ് നമ്മൾ എന്താ പറയുക നോൺ കൺവെൻഷനൽ ആയിട്ടുള്ള ഫീഡ്സ്. ഇപ്പോൾ തീറ്റ ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഒരു പ്രധാന സംഭവം അതാണ്. നമുക്കത് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അറിവ്, അതെങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. എല്ലാവരും കേരളത്തിൽ പറയുന്നത് കാലിത്തീറ്റയാണ്. കാരണം കൊടുത്ത് ഇവിടുത്തെ പശുക്കൾ മുഴുവൻ കാലിത്തീറ്റയ്ക്ക് അടിമയായി പോയ ഒരു സംസ്ഥാനമായി കേരളം മാറി. പശുക്കളുടെ ദഹന പ്രക്രിയയിൽ തന്നെ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ നമ്മൾ 0.45, അതായത് 1/2 ലിറ്ററിൽ താഴെ ശരാശരി പാലുൽപാദനം ഉണ്ടായിരുന്നൊരു സംസ്ഥാനമായിരുന്നു 60കളിൽ കേരളം. ഇന്ന് നമ്മൾ 50 വർഷം കഴിഞ്ഞപ്പോൾ അത് 9 ലിറ്ററിൽ നമ്മൾ എത്തിച്ചു. ഇനി പാലുൽപാദനം പെട്ടെന്ന് കൂട്ടാന്ന് പറഞ്ഞാൽ അതൊരു എളുപ്പം. ഇപ്പം നമ്മൾ കോഴിയുടെ വികസനം പോലെയോ പന്നിയുടെ വികസനം പോലെയോ കന്നുകാലി വികസനം പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രക്രിയയല്ല. കാരണം അതിനെ നമുക്കറിയാം, എൻ്റെ ജനറേഷൻ ഇൻ്റർവെൽ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു തലമുറ മാറി വരാൻ എത്ര മാസം എടുക്കും, അല്ലെങ്കിൽ എത്ര വർഷം എടുക്കും. അപ്പോൾ നല്ല കന്നുകാലികളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. നമുക്കിപ്പോൾ ഒരു പ്രജനന നയമുണ്ട്. ആ നയം എല്ലാ വർഷവും നമ്മളത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അത് സ്റ്റേറ്റ് അല്ല, സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാം റിവ്യൂ ചെയ്തിട്ട് നമ്മൾ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളും മോഡിഫിക്കേഷൻസും ഒക്കെ നമ്മൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇനിയിപ്പോൾ നോക്കുന്നത്, നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റി ബുൾസിനെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ദേശീയ ക്ഷീര വികസന ബോർഡുമായിട്ട് ചേർന്ന് നമ്മളൊരു നാഷണൽ ഡയറി പ്ലാൻ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മളിപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നല്ല ബുൾസിനെ നമുക്ക് കിട്ടും. കാരണം ഈ ബുൾസിലൂടെയാണ് നമുക്ക് ഈ ജനിതക വികസനം അല്ലെങ്കിൽ ജനറ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് പെട്ടെന്ന് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞു. വിദേശത്ത് നിന്നും കുറച്ച് കൂടെ ഉൽപാദനക്ഷമത കൂടിയ ബീജമാത്രകൾ നമ്മൾ 2 ജില്ലകളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തു തുടങ്ങി ഒരു 1.5 വർഷമായി, ഇടുക്കിയിലും വയനാട്ടിലും. ബാക്കി ജില്ലകളിലും കൂടെ അത് കൊടുക്കുവാനായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഉൽപാദനക്ഷമത കൂടിയാലും ആ ഉൽപാദനക്ഷമത പശുക്കൾക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ സംസ്ഥാനത്ത് നമ്മൾ ഉണ്ടാക്കണം. കാരണം ഹെൽത്ത് ആയാലും മാനേജ്മെൻ്റ് ആയാലും ഇപ്പോൾ കാലിത്തീറ്റ, മറ്റ് പരിചരണ മാർഗ്ഗങ്ങൾ, ഇതുമൊക്കെ നമ്മൾ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യണം. സ്ഥലപരിമിതി ഒരു വലിയ പ്രോബ്ലമായി മാറി. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ തീറ്റപ്പുല്ലിൻ്റെ കാര്യം, ഇവിടെ സ്ഥലം കൂടുന്നില്ല, പക്ഷെ ഉള്ള സ്ഥലം കുറയുകയാണ് നമുക്ക് തീറ്റപ്പുൽ കൃഷി. അപ്പോൾ ഇതൊക്കെ ഒരു ഹോളിസ്റ്റിക്കായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ഉൽപ്പാദനക്ഷമതയെ പറ്റി എങ്ങനെ ആദായകരമാക്കാമെന്നുള്ളത്. കാരണം കാലിത്തീറ്റയുടെ വില നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം സംസ്ഥാനത്തിനകത്ത് അസംസ്കൃത വസ്തുക്കളുടെ കുറവ് ധാരാളമായിട്ടുണ്ട്. കന്നുകാലികളുടെ ഗുണത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന തീറ്റയെക്കുറിച്ചുമാണ് ഇവിടെ വ്യാപകമായി അല്ലെങ്കിൽ 2 വിദഗ്ധർ സംസാരിച്ചത്. ഒരുപക്ഷെ
ഫീൽഡിൽ കർഷകരോട് അടുത്ത് ജോലി ചെയ്യുന്ന ഡോക്ടർ ഗോപകുമാർ ആലപ്പുഴ ജില്ലയുടെ ചീഫ് വെറ്ററിനറി ഓഫീസറാണ്. അതിനപ്പുറത്തേക്ക് കന്നുകാലികളുടെ പരിപാലനത്തിൽ കർഷകർക്ക് ഇപ്പോൾ ചെയ്യുന്ന ശാസ്ത്രീയ രീതികളൊക്കെ ശരിയാണോ, അതിലെത്രത്തോളം അവർ വിജയിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം? നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ഏകദേശം 90% പശുക്കളും സങ്കര ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, സങ്കര ഇനപ്പെട്ട പശുക്കളാകുമ്പോൾ അതിൻ്റെ പാലുൽപാദനക്ഷമതയാണ് നമ്മൾ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ അതിന് രോഗപ്രതിരോധ ശക്തി കുറവാണ്. അപ്പോൾ നമ്മൾ കർഷകർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഉരുക്കൾക്ക്, അതായത് മൃഗങ്ങൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചികിത്സ തേടുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അകിടുവീക്കം മൂലം നമ്മുടെ ഈ പശുക്കൾക്ക് പാലുൽപാദനത്തിൽ ഗണ്യമായ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പല കർഷകർക്കും ഇത്രയൊക്കെ ശാസ്ത്രം പുരോഗമിച്ചെങ്കിലും ഈ അകിടുവീക്കം വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻസ്, അതായത് ആൻറ്റിബയോട്ടിക്സ് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ പാല് കുറയുമോ എന്നുള്ള മിഥ്യാധാരണ കൊണ്ട് പലരും സമയത്ത് ചികിത്സിക്കാൻ സന്നദ്ധരാകുന്നില്ല. അകിടുവീക്കം എന്ന് പറയുന്ന പല രോഗങ്ങളും കൃത്യസമയത്ത് രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചികിത്സ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ അതിൻ്റെ ഉൽപ്പാദനക്ഷമതയെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പശുക്കൾക്ക്, ഈ ഉൽപ്പാദനക്ഷമത കൂടിയ പശുക്കൾക്ക് പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെല്ലാം നമ്മൾക്ക് എല്ലാ കർഷകർക്കും അറിയാമെങ്കിൽ തന്നെ അതിനൊക്കെയുള്ള ഫലപ്രദമായ ചികിത്സാ രീതികൾ എല്ലാ പഞ്ചായത്തിലുള്ള മൃഗാശുപത്രികൾ വഴി ചെയ്യാൻ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ അതിൻ്റെ ഈ രീതിയിലുള്ള ചികിത്സ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നുള്ളൊരു കാര്യം, നേരത്തെ നമ്മുടെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ സൂചിപ്പിച്ച പോലെ നമ്മുടെ സങ്കരയിനം പശുക്കൾക്ക് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കാലിത്തീറ്റ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അത് ശാസ്ത്രീയമായ പരിപാലന മുറകൾ അവലംബിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ പശുക്കളുടെ ഉൽപ്പാദനക്ഷമത നമുക്ക് പൂർണ്ണമായ രീതിയിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ആ തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കാലിത്തീറ്റയ്ക്ക് പകരം നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ ലഭ്യമായ കാർഷിക വിളകളുടെ പലമാതിരിപ്പെട്ട അവശിഷ്ടങ്ങളും, അതായത് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള സമയങ്ങളിൽ ചക്ക, അതുപോലെ തന്നെ മരച്ചീനി, ഇതൊക്കെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ കൊക്കോയുടെ തോട്, ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ, കൂടാതെ വാഴപ്പിണ്ടി, ഇതെല്ലാം നമുക്ക് പശുക്കൾക്ക് കൊടുക്കാം. ഒരു പരിധി വരെ കുറേശ്ശെ കൊടുത്ത് അതിൻ്റെ ദഹന പ്രക്രിയ ആ രീതിയിൽ ആകത്തക്ക രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത് ഒരു പരിധി വരെ കാലിത്തീറ്റയുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ഈ ഏരിയയിൽ തന്നെ പല കർഷകരും ഈ വ്യാവസായികാടിസ്ഥാനത്തിൽ പശുക്കളെ വളർത്തുന്നവർ ഈ ഉപോൽപ്പന്നമായ ബാർലി വേസ്റ്റ്, അതായത് ബിയർ വേസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ കാലിത്തീറ്റ കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പാലുൽപാദനം നേടാൻ സാധിക്കും. ഒരു കിടാരിയെ വളർത്തുമ്പോൾ അതിൻ്റെ മാന്യമായ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ട്രിപ്പിൾ പോളിയോ മാതിരിയുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു കിടാരിയെ വളർത്തിയാൽ ഒരു കർഷകനും കിടാരിയെ വളർത്തുന്നുണ്ടെന്നേ ഉള്ളൂ, അതിന് വേണ്ടതായ പരിചരണം അങ്ങനെയുള്ള ഒരു മാനുവൽ, ഒരു ബുക്കിലേറ്റോ കിട്ടിയിട്ടില്ല. കാരണം ഒരു കിടാരിയെ വളർത്തുന്നു, 18 മാസം കഴിഞ്ഞിട്ട് അത് പ്രസവിക്കുന്നില്ല, ഇഞ്ചക്ഷൻ എടുക്കുന്നു. അതിനിപ്പോൾ എൻ്റെ അനുഭവം തന്നെ പറയാം. ഇപ്പോൾ 2-2.5 വർഷമായി ഒരു പശുവിനെ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് പറയാം. അപ്പോൾ ഒരു കിടാരിയെ വളർത്തിയാൽ നമുക്കതിന് വേണ്ടതായ സംരക്ഷണ ഗൈഡൻസ്, അതിന് ഏതെല്ലാം ഇഞ്ചക്ഷൻ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ കൊടുക്കണം. രണ്ടാമത്തെ, ഇതിൻ്റെ മാന്യമായി സൊസൈറ്റി കൊടുത്താൽ 35 റുപ്പീസിന് ഇപ്പം മിൽമ വിൽക്കുന്ന പാലിന് ആരൊക്കെങ്കിലും അതിൻ്റെ മാന്യമായ വില കിട്ടുന്നുണ്ടോ എന്ന് ഓപ്പണായിട്ട് ചോദിക്കുക. കിട്ടുന്നില്ല. കർഷകർ നിരാശയിലാണ്. ഒരു പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് അവൻ്റെ 14 രൂപ 15 രൂപ ചെലവും അവൻ്റെ ശരീരത്തിൻ്റെ അധ്വാനം കൂടെ കൂടുമ്പോൾ 20-24 രൂപയോളം ചിലവാകും. ആ 24 രൂപ ചിലവാക്കി 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചാൽ മാന്യമായ വില കർഷകന് കിട്ടുന്നില്ല. വളരെ സജീവമായ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ കർഷകരും സംസാരിക്കുന്ന ഒരു വിഷയമാണിത്. കേരളത്തിൽ ഏകദേശം ഒരു 4 ലക്ഷം കന്നുകുട്ടികൾ ഉണ്ടാകുന്നു. ഇതിനകത്തൊരു 2 ലക്ഷത്തോളം ഫീമെയിൽ കന്നുകുട്ടികളാണ്. അപ്പോൾ കേരളത്തിലെ ഈ ഒരു സാഹചര്യം കണക്കാക്കി 1 ലക്ഷം കന്നുകുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 20,000-ഓളം കന്നുകുട്ടികളാണ് സഹായം മൃഗസംരക്ഷണ വകുപ്പ് വഴി നൽകുന്നത്. അത് കേരളത്തിലെ മിക്കവാറും എല്ലാ മിൽക്ക് സൊസൈറ്റി വഴി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കർഷകരുടെ കന്നുകുട്ടികൾക്കാണ് കൃത്യമായ തീറ്റ നൽകി വരുന്നത്.
ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് ഇതിൻ്റെ നടത്തിപ്പിൽ വന്ന എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകമായി പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കൈപ്പുസ്തകം നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിന് മിക്കവാറും എല്ലാ ജില്ലയിലും തന്നെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. ഈ ട്രെയിനിങ് സെൻ്ററുകൾ വഴി കേരളത്തിൽ മിക്കവാറും ഉള്ള എല്ലാ മേഖലയിലും ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. തൊട്ടടുത്ത ട്രെയിനിങ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ്, അത് ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ കാര്യം പരിഗണിച്ച് തന്നെ അത്തരത്തിലൊരു ട്രെയിനിങ്ങും നടത്താൻ മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാണ്. അപ്പോൾ ഈ പറഞ്ഞ കൈപ്പുസ്തകം അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ലെങ്കിൽ അത് എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് വിലയാണ്. പാലിൻ്റെ വില. അപ്പം ഞാനൊരു 200 കർഷകരുമായിട്ടൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയതിൻ്റെ ഒരു അനുഭവം വെച്ച് പറഞ്ഞാൽ 27 മുതൽ 50 രൂപ വരെ പാലിന് വില കിട്ടുന്ന കർഷകരുണ്ട്. ആ 200 പേര് പങ്കെടുത്ത ആ മീറ്റിങ്ങിൽ 30 പേര് വെച്ചിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ അതിനകത്ത് വന്ന ഒരു അനുഭവം, ചില കർഷകർക്ക് 50 രൂപയ്ക്ക് വരെ 1 ലിറ്റർ പാല് വിൽക്കാൻ കഴിയുന്നുണ്ട്. മിൽമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പാലിൻ്റെ വിലയെ പിടിച്ചു നിർത്തുവാനും അതിൽ താഴെ പാലിൻ്റെ വില പോകാതെ ഇരിക്കുവാനും കർഷകർക്കൊരു താങ്ങായിട്ടാണ് നിൽക്കുന്നത്. അതിനെ മറന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയാണെന്ന് തോന്നില്ല. മറിച്ച് ഈ ഒരു സംവിധാനം നിലനിൽക്കെ തന്നെ നമ്മുടെ പ്രാദേശികമായ പാലിൻ്റെ ഉപഭോഗത്തിൻ്റെ രീതി അനുസരിച്ച്, ഇത് ഉപയോഗിക്കുന്ന ആളുകളെ അനുസരിച്ച് പാലിൻ്റെ വിലയിൽ ഗണ്യമായ മാറ്റം വരുത്തി പല വിലയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 27 രൂപയ്ക്ക് വിൽക്കുന്ന ആളും 50 രൂപയ്ക്ക് വിൽക്കുന്ന ആളും തൊട്ടടുത്ത് അപ്പുറം ഇരിക്കുകയാണ്. ഈ വേറെ ഒരു വ്യത്യാസം, വിൽക്കുന്ന വിലയിലുള്ള മാറ്റം മാത്രം കണക്കി കഴിഞ്ഞാൽ 1 ലിറ്ററിന് അദ്ദേഹത്തിൻ്റെ ലാഭം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം മിൽമയുടെ ഒരു അവസരം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ വരുന്ന വ്യത്യസ്തമായ തലത്തിൽ പാലിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ വിൽക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ അനുഭവമായിരിക്കും, വലിയ ലാഭം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിന്റെ പ്രചാരകനായ സുഭാഷ് പലേക്കർ പ്രചാരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവാമൃതം, നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുകൊണ്ടുള്ള ജീവാമൃതം ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ട് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുന്നതായിട്ട് തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഇത് സംബന്ധിച്ച് മൃഗസംരക്ഷണ വകുപ്പിനോട് ഈ നാടൻ പശുവിൻ്റെ പ്രചാരണവും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പദ്ധതി ഉണ്ടോ എന്നറിയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ നാടൻ പശു എന്ന് പറയുന്ന നമ്മുടെ വർഗമുണ്ട്, അതായത് വെച്ചൂർ അല്ലെങ്കിൽ കാസർഗോഡ് കുള്ളൻ, കാസർഗോഡ് ഡ്വാർഫ് എന്നൊക്കെ പറഞ്ഞുള്ള വെറൈറ്റികൾ ഇപ്പോൾ സംസ്ഥാനത്തിനകത്തുണ്ട്. പക്ഷേ ഈ ഇനങ്ങളുടെയൊക്കെ എണ്ണം വളരെയധികം കുറഞ്ഞു പോകുന്നു. അതിന് ഒരു കാരണം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇപ്പോൾ വെച്ചൂര പശു ഉള്ള ഒരു കർഷകൻ പലപ്പോഴും അതിൽ കുത്തിവെക്കുന്നത് വേറൊരു ബ്രീഡിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇനത്തിൽപ്പെട്ട കാളയുടെ ബീജമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഈ നാടൻ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ പ്രജനന നയത്തിൻ്റെ ഒരു അവലോകനത്തിൽ തന്നെ ഇതിനെ വെച്ചൂരായിട്ട് സംരക്ഷിക്കുക എന്നുള്ള ഒരു നയം ഗവൺമെൻറ്റിനും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എവിടെയൊക്കെ നാടൻ പശുക്കളുണ്ടോ ആ മേഖലകളിൽ അതാത് മൃഗാശുപത്രികളിൽ നിങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ വർഗത്തിൽപ്പെട്ട കാളകളുടെ ബീജം കൊടുക്കുവാൻ ഇന്ന് KLD ബോർഡ് തയ്യാറാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിനകത്ത് ഏതാണ്ട് 500 AI സെൻ്ററുകളിൽ അത് ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം പലപ്പോഴും ഈ വിഷയം നമ്മുടെ കർഷക സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. പലരും ഇത് ചോദിക്കാറില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടറും ഇതിനെപ്പറ്റി പുള്ളിയും ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ വെച്ചൂര്, കാസർഗോഡ് ഡോർഫ് മുതലായ ബ്രീഡുകളുടെ സെമൻ അവൈലബിൾ ആണ്. അതിനെ ആ ബ്രീഡിൻ്റെ എല്ലാ പ്യൂരിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് ഗവൺമെൻറ് എടുക്കുന്നുണ്ട്.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൈടെക് ഹരിത ഗ്രാമങ്ങൾ തുടങ്ങാൻ ധനസഹായം. കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനം തിരുവനന്തപുരത്ത്. ജൈവ കൃഷിക്കുള്ള മിത്ര സൂക്ഷ്മാണു ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. പ്രകൃതിക്കിണങ്ങിയ സമ്പൂർണ്ണ ജൈവ കൃഷി എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ജില്ലകൾ തോറും മാതൃകാ ഹരിത ഗ്രാമങ്ങൾ ഒരുക്കുന്നു. സൗരോർജ്ജ വിനിയോഗം, മഴവെള്ള സംഭരണം, മാലിന്യ സംസ്കരണം, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണം, ജൈവ കൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുത്ത ഒരു പഞ്ചായത്തിലാണ് പദ്ധതി നടപ്പാക്കുക. ഇവയെ ഹരിത ഗ്രാമങ്ങളായി പ്രഖ്യാപിക്കും. കൂടാതെ പദ്ധതി വിഹിതമായ 3 കോടി രൂപ ഈ പഞ്ചായത്തുകൾക്ക് അനുവദിക്കും. സംസ്ഥാന കൃഷിവകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹോർട്ടിക്കൾച്ചർ മിഷൻ, അനർട്ട്, ജലനിധി എന്നീ സർക്കാർ വകുപ്പുകളുടെ മേൽനോട്ടത്തിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 047123308557. കൃഷിവകുപ്പിന്റെ പത്തനംതിട്ട പുല്ലാട് വിത്ത് വിതരണ കേന്ദ്രത്തിൽ പ്രത്യാശ ഇനത്തിൽപ്പെട്ട നെൽവിത്തുകൾ വിതരണത്തിന് തയ്യാറായി. കിലോയ്ക്ക് 30 രൂപ നിരക്കിൽ കർഷകർക്ക് ലഭിക്കും. താൽപ്പര്യമുള്ള കർഷകർ ബന്ധപ്പെടേണ്ട നമ്പർ 046926611917. ആലപ്പുഴ റെയ്ഡ്കോ വിവിധ കാർഷികോപകരണങ്ങൾ ആദായ നിരക്കിൽ നൽകുന്നു. ട്രാക്ടർ, ടില്ലർ, ഗാർഡനർ തുടങ്ങി മണ്ണുമാന്തി യന്ത്രം മുതൽ മരം മുറിക്കൽ യന്ത്രം വരെ ആലപ്പുഴ റെയ്ഡ്കോ സ്റ്റാളിൽ നിന്നും ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477226136. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 22, 23 തീയതികളിൽ തിരുവനന്തപുരത്തെ വെള്ളയമ്പലം എഞ്ചിനീയേഴ്സ് ഹാളിൽ വെച്ച് വിവിധ കാർഷിക യന്ത്രങ്ങൾ, കറവയന്ത്രങ്ങൾ, ആധുനിക ജലസേചന ഉപാധികൾക്ക് വേണ്ട ഘടകങ്ങൾ എന്നിവയുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. ഇതോടനുബന്ധിച്ച് കാർഷിക എഞ്ചിനീയറിംഗ് വിഷയങ്ങളെ സംബന്ധിച്ച് വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. 23-ാം തീയതി കർഷക സംവാദം, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്വിസ് മത്സരം എന്നിവയും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047123229993. മൊബൈൽ 9447452227. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കർഷകർക്ക് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ശീതകാല പച്ചക്കറികളായ കാരറ്റ്, കാബേജ്, ബീൻസ് എന്നിവയുടെ തൈകൾ വിതരണം ചെയ്യും. ആദ്യഘട്ടത്തിൽ 220 കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. കൂടാതെ റൈസോബിയം വളവും വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് മൂന്നാർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗം ജൈവ കൃഷിക്കാവശ്യമായ മിത്ര സൂക്ഷ്മാണു വളങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും വിതരണം നടത്തുന്നു. സ്യൂഡോമോണസ്, അസറ്റോബാക്ടർ എന്നിവ മുതൽ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം വരെയുള്ള 10-ലധികം ജൈവ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തുന്നത്. ആവശ്യക്കാർക്ക് തപാൽ വഴിയും ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കും. ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ആവശ്യക്കാർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8289945595. ആലപ്പുഴ മങ്കൊമ്പിൽ പ്രവർത്തിക്കുന്ന കീടരോഗ മാനേജ്മെന്റ് കേന്ദ്രത്തിന്റെ സേവനം കൃഷിഭൂമിയിൽ ലഭ്യമാണ്. നെല്ല്, കിഴങ്ങുവർഗ്ഗ വിളകൾ, ഫലവർഗ്ഗ വിളകൾ തുടങ്ങിയവയെ ബാധിക്കുന്ന കീടങ്ങൾക്കും രോഗങ്ങൾക്കും പ്രതിവിധിയായി കർഷകരുടെ കൃഷിയിടങ്ങളിൽ സന്ദർശിച്ച് ഫലപ്രദമായ പരിഹാരം നൽകും. പ്രവൃത്തി ദിവസങ്ങളിൽ മങ്കൊമ്പ് കേന്ദ്രത്തിലെ വിദഗ്ധരുടെ സേവനവും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 047727028683. നാളികേര വികസന ബോർഡിന്റെ തെങ്ങ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഫോറം ഇനിയും പൂരിപ്പിച്ചു നൽകാത്ത ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫെഡറേറ്റഡ്, നോൺ ഫെഡറേറ്റഡ് CPS ഭാരവാഹികൾ 2014 ഫെബ്രുവരി 12 മുമ്പായി ഫോറം പൂരിപ്പിച്ച് ബോർഡിലെത്തിക്കണം. അല്ലാത്തപക്ഷം ഈ സാമ്പത്തിക വർഷം ആനുകൂല്യം നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാതല ചാർജ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484-237-6265. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 14,450 രൂപ, റബ്ബർ RSS 5 14,250 രൂപ, വെളിച്ചെണ്ണ 11,350 രൂപ, കൊപ്ര 8,300 രൂപ, കുരുമുളക് 54,400 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 340 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ 630 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 54,400 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 52,400 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 52,200 രൂപ, വയനാടൻ കുരുമുളക് 52,700 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് കൊപ്ര ക്വിൻ്റലിന് 8,150 രൂപ, തളിപ്പറമ്പ് 7,700 രൂപ, കാസർഗോഡ് 7,600 രൂപ. വെളിച്ചെണ്ണ
കണ്ണൂർ വെളിച്ചെണ്ണ ക്വിൻ്റലിന് 12,333 രൂപ, കോട്ടയം 11,800 രൂപ, ആലപ്പുഴ 11,350 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.5 24, കൊച്ചി 31.4 22.8, ആലപ്പുഴ 32.5 23.4, പുനലൂർ 35.4 17.6, തിരുവനന്തപുരം 33.4 21.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.